അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗേഡർ വീണ് ഒരാൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തുവന്നത്. പിക്കപ്പ് വാൻ ഡ്രൈവറായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷിനാണ് ജീവൻ നഷ്ടമായത്. നിർമ്മാണത്തിനിടെ 2 ഗേഡറുകൾ ജാക്കി തെന്നിമാറിയതിനെ തുടർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. അതിലൊന്ന് ഈ പിക്കപ്പ് വാന്റെ മുകളിലേക്ക് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. ഏറെ നേരം ആ വാഹനത്തിനകത്ത് രാജേഷ് കുടുങ്ങിക്കിടന്നു. അപകടത്തെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറി ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഇട്ടിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കരാർ കമ്പനിയുടെ തന്നെ ആളുകൾ ഇപ്പോൾ അപകടം സംഭവിച്ച വാഹനം അത് മൂടി ഇടുന്നതാണ്. അതായത് അപകടത്തിൽപ്പെട്ട വാഹനം ഇനി എന്ത് ചെയ്യാനാകും എന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരാളുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. അതിൽ അപകടം ഉണ്ടായതിനു ശേഷം കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ശടകുടം എണീറ്റിട്ടുണ്ട്. അവിടെ മറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിലും മറ്റുമൊക്കെയായി അവർ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെ അടക്കം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചാണ് കയറ്റിവിടുന്നത്. വാഹനങ്ങളൊന്നും ഈ അരൂർ തുറവൂർ ദേശീയപാതയുടെ ഭാഗത്തേക്ക് കയറ്റിവിടുന്നില്ല. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അരൂക്കുറ്റി എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ്. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്നാണ് തിരിച്ചുവിടുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിൻ ഈ ഭാഗത്തായാണ്. ഇതിൻ്റെ കൃത്യം നടുവിലേക്കാണ് ഈ ഗർഡർ ഇടിഞ്ഞു വീണത്, തകർന്നു വീണത്. അതിനുള്ളിൽ ശ്വാസം വിടാൻ പോലും ആകാത്ത തരത്തിൽ തല ചേർന്നിരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഗർഡർ വീണിരുന്നത്. അവിടെയാണ് രാജേഷ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഫയർഫോഴ്സ് അടക്കം പറയുന്നത് സ്പോട്ട് ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ സംഭവം നടന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിരിക്കാമെന്നാണ് പറയുന്നത്. കാരണം തലയുടെ ഭാഗത്തേക്കാണ് ഗർഡർ ഇടിഞ്ഞു വീണത്. ഈ ഗർഡറിൻ്റെ ഒരു നിലവിലത്തെ ഒരു രൂപം കൂടി നമുക്ക് കാണിക്കാനാകും. നമുക്ക് ഈ നിലവിൽ നിർമ്മാണത്തിൻ്റെ പൂർത്തിയായ ഭാഗത്തേക്ക് ഈ കണ്ടാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ഗർഡർ. ഈ ഗർഡറാണ് വാഹനത്തിന് മുകളിലേക്ക് വീണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഭാരം, എത്രത്തോളം ബലം അതിന് ഉണ്ടായിരുന്നു എന്നുള്ളത്.